ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ്. അപ്പൊ അങ്ങനെ എന്റെ മൂക്കുത്തിയൊക്കെ ദേ സെറ്റായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഒരു 5 മാസമായിട്ടുണ്ട് ഞാൻ മൂക്കിപ്പൊ കുത്തി കഴിഞ്ഞിട്ട്. അപ്പൊ എന്തായാലും നമുക്കിതൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. എന്റെ കയ്യിൽ നെയിൽസ് വളർത്തിയോണ്ട് എനിക്ക് ഒട്ടും ഇത് മാറ്റാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഒരാളുടെ ഹെൽപ്പ് എടുത്ത് മമ്മിയുടെ ഹെൽപ്പ് എടുത്തിട്ടാണ് അതൊന്ന് അഴിച്ചെടുത്തത്. പിന്നെ ഇപ്പൊ റീസെന്റ് മൂക്കുത്തിയവരാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ ചേഞ്ച് ചെയ്തിടാൻ നോക്കരുത് കേട്ടോ. നല്ല എട്ടിന്റെ പണി കിട്ടും. അത് ഉണങ്ങാൻ നിൽക്കുന്ന സാധനം വീണ്ടും കുറേ നാളെടുക്കും. ഞാൻ അന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ട് മാറ്റിയിടാൻ നോക്കിയതിന്റെ എനിക്ക് നല്ലോണം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഒട്ടും ഉണങ്ങുന്നുണ്ടായിരുന്നില്ല. വീണ്ടും ഇങ്ങനെ ഒരു എന്താ പറയാ, ഒരു വെള്ളം പോലെ സംഭവം അതിന്റെ ഉള്ളിൽ വന്നുകൊണ്ടിരിക്കുന്നതായിരുന്നു. കുറെ കഴിഞ്ഞിട്ടാണ് അതിപ്പോ ഒന്ന് മാറി സെറ്റ് ആയത്. പിന്നെ കുറെ പേര് എന്റെ അടുത്ത് ചോദിച്ചു, ആ റിങ് മൂക്കുത്തി എന്റെ ഉള്ളത് ഗോൾഡ് ആണോ, എവിടെ ലിങ്ക് ഒക്കെ തരാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ലിങ്ക് ഒന്നും ഇല്ല, അത് ഗോൾഡ് ആണ്. അത് ഞാൻ ഓൾറെഡി മൂക്കുത്തിയപ്പോ ഞാൻ മേടിച്ചിരുന്നതാണ്. റിങ് മൂക്കുത്തി ഇടാൻ കുറെ പേർക്ക് അറിയില്ല എന്ന് തോന്നുന്നു. എനിക്കും അറിയില്ല. ഞാൻ എന്റെ ഒരു ഉദ്ദേശത്തിനനുസരിച്ചിട്ടാണ് അത് ഇട്ടത്. അങ്ങനെ നല്ലോണം അകത്തിയിട്ട് അതിൻ്റെ കൊള്ളിട്ടിട്ട് ഹോളിക്കോട് ഇട്ടിട്ട് ഇങ്ങനെ അമർത്തി കൊടുത്തു. അത്ര തന്നെ ഞാനും ചെയ്തുള്ളൂ. അങ്ങനെ ദേ ഇവിടെ റിങ് മൂക്കുത്തി ഇട്ട് സെറ്റ് ആയിട്ടുണ്ട്. എനിക്ക് ഇപ്പൊ പിന്നെയും കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെ എനിക്കിത് ഇട്ടോണ്ട് നടക്കാനുള്ളൊരു ഇതായിട്ടില്ല. കുറച്ചും കൂടി കഴിയുമ്പോൾ ഇട്ട് നോക്കാം എന്തായാലും വീണ്ടും. എന്നോട് കുറച്ച് പേര് ഇങ്ങനെ മൂക്കുത്തിനെ കുറിച്ച് ഡൗട്ടുകളൊക്കെ ചോദിച്ചിട്ടോ. അത് ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്കിനി ഒറ്റക്കല്ലിന്റെ മൂക്കുത്തിട്ട് നോക്കിയാലോ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൂക്ക് കുത്താൻ പോയി തന്നെ ഈ ഒറ്റ കല്ല്, ഒരു കുഞ്ഞി കല്ല് മതി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മൂക്ക് കുത്താൻ വേണ്ടി പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോ മമ്മിയും ചേച്ചിയും മൂക്കുത്താനുണ്ടായിരുന്നു. അപ്പൊ അവർ രണ്ടാളും മൂക്കുത്തണത് ഈ ഒറ്റക്കല്ല് തന്നെ വെച്ചിട്ടാ. അപ്പൊ പിന്നെ ഞാനും ഒറ്റക്കല്ലിനെടുത്ത് എല്ലാം ഒരുപോലെ ആയില്ലേ, നമുക്ക് മാറിയിടാൻ വേറെ ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഞാൻ ഈ ഒരു മറ്റേ 4 കല്ലിന്റെ മൂക്കുത്തി ഞാൻ ജസ്റ്റ് വെച്ച് നോക്കിയപ്പോ എനിക്ക് ഈ ഭംഗിയുണ്ടെന്ന് തോന്നി. അപ്പൊ ഞാൻ വിചാരിച്ചു അത് അങ്ങോട്ട് എടുക്കാന്ന്. അങ്ങനെ ഞാനത് ഫിക്സ് ചെയ്തത്. പക്ഷെ എപ്പോഴും അതോട്ട് നടക്കാൻ ഒരു സുഖമില്ലല്ലോ. അപ്പൊ മമ്മിയുടെ വീണ്ടും മൂക്ക് പഴുത്തിട്ട് അടഞ്ഞുപോയി. അപ്പൊ പിന്നെ മമ്മി അത് യൂസ് ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ എന്തായാലും ഇട്ട് നോക്കാന്ന് വിചാരിച്ചു. മമ്മിക്ക് ഇപ്പൊ 2 വട്ടം കുത്തിയിട്ടും അടഞ്ഞു പോയി. ഇങ്ങനത്തെ ഒരു കുരു പോലെ വന്നിട്ട് അത് ഊരി വെച്ച്. അപ്പൊ അത് അടഞ്ഞു പോയി. അങ്ങനെയാണ് 2 പ്രാവശ്യം അങ്ങനെ തന്നെ സംഭവിച്ചത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും കമന്റ് ചെയ്തോളൂ കേട്ടോ. അങ്ങനെ ഇതിട്ട് നോക്കിയപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ മറ്റേതും ഇതും വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കണ്ട. അതിന് വേണ്ടി ഞാൻ വീണ്ടും ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ നോസ് പിന്നിനെ കുറിച്ച് നിങ്ങൾക്ക് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോ. പക്ഷെ എനിക്ക് എന്റെ എക്സ്പീരിയൻസ് എന്നുള്ള കാര്യങ്ങൾ എനിക്ക് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. അല്ലാതെ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ എനിക്ക് ഇതിനെ കുറിച്ച് അറിഞ്ഞൂടാ. പിന്നെ ഈ 3 മൂക്കുത്തിട്ടിൽ ഏതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ചേരണേന്ന് നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ. ഈ മൂക്കുത്തി കുറേ പ്രാവശ്യം ഇങ്ങനെ ഊരിയിടണേല് നല്ല വേദന. എനിക്കിപ്പോ വേദന ഉണ്ട്. കാരണം ഇപ്പൊ 2 ദിവസമായി ഞാനിപ്പോ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോ 2 ദിവസമായി ഈ മൂക്കുത്തി മാറ്റിയിട്ടിട്ട്. അപ്പൊ എനിക്ക് വേദന ഉണ്ട് ഇവിടെ. അത് കാരണം നിങ്ങള് സൂക്ഷിച്ചും കണ്ടൊക്കെ ഇത് എന്താ പറയാ മാറ്റിയിടാൻ വേണ്ടി നോക്കുക. അല്ലെങ്കിൽ വീണ്ടും പഴയ സ്ഥിതിയിലായി കഴിഞ്ഞ് എങ്ങനെ ഇത് ഉണക്കിയെടുക്കാന്ന് എനിക്ക് അറിഞ്ഞൂടാ. മൂക്ക് മൊത്തം എപ്പോഴും ചുമന്ന് തന്നെ ഇരിക്കണ്ടായിരുന്നു. ആ 2 ദിവസമായി ഇപ്പോഴും. എന്നിട്ടും ഇങ്ങനെ തന്നെയാണ് എന്റെ അവസ്ഥ. അപ്പൊ എല്ലാവരും സൂക്ഷിച്ചും കണ്ടൊക്കെ ഇതൊക്കെ ചെയ്യാ. നമ്മുടെ മൂക്കാണ്, സ്വന്തം മൂക്കാന്ന് വിചാരിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ദേ ഒറ്റ കല്ലിന്റെ എങ്ങനെയൊക്കെ അതിന്റെ ബാക്കിലത്തെ പിരിയൊക്കെ എങ്ങനെയൊക്കെ ഇട്ടു. പക്ഷെ എന്റെ മൂക്കിന്റെ ഉള്ളിൽ കൂടെ ആ പിരിയിടത് കണ്ട് അതെനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യ. പക്ഷേ എന്തായാലും ഇട്ടുപോയില്ല. ഇനി കുറച്ച് ദിവസം എന്തായാലും ഇതിട്ട് നടക്കാം. അത് കഴിഞ്ഞിട്ട് മാറ്റാം. അപ്പോ അത്രേ ഉള്ളൂ. അപ്പോ ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ, പറയണ്ടല്ലോ. ഓക്കെ, ബൈ.